السلام عليكم ورحمة الله وبركاته. قولي റബ്ബി സിദ്ന ഇൽമൻ നാഫിഅ. പ്രിയ കൂട്ടുകാരെ, എന്തൊക്കെ വിശേഷം? എല്ലാവരും ഹാപ്പി അല്ലേ? ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ഇതിന്റെ അർത്ഥങ്ങൾ നോക്കാനാണ് ഇൻഷാ അല്ലാഹ്. ഇതിന്റെ പൂർണ്ണമായ മലയാളം: ശപിക്കപ്പെട്ട ഷെയ്ത്താനിൽ നിന്ന് ഞാൻ അള്ളാഹുവിൽ അഭയം തേടുന്നു, അല്ലെങ്കിൽ എറിഞ്ഞോടിക്കപ്പെട്ട പിശാചിൽ നിന്ന് ഞാൻ അള്ളാഹുവിൽ അഭയം തേടുന്നു. ഈ രീതിയിലാണ് അർത്ഥം വരുന്നത്. അഊദു എന്നുള്ളത് ഞാൻ അഭയം തേടുന്നു, രക്ഷ തേടുന്നു. ഇപ്പം ഔദ് എന്നുള്ളതിന് അഭയം തേടുക, സംരക്ഷണം തേടുക, അപകടത്തിൽ നിന്ന് ഒളിക്കുക, സുരക്ഷിതത്വത്തിലേക്ക് കടക്കുക, ഇങ്ങനെയൊക്കെയാണ് ഔദു എന്നുള്ളതിന്റെ അർത്ഥം വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ എനിക്ക് ബലമില്ല, എനിക്ക് സംരക്ഷണം വേണം എന്നുള്ള വിനയത്തിന്റെ വാക്കാണ് ഔദു എന്നുള്ളത്. ബില്ലാഹി, ബി എന്ന് പറഞ്ഞാൽ വഴി, കൊണ്ട്, ആശ്രയിച്ച്. അപ്പം ബില്ല എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ കൊണ്ട്, അള്ളാഹുവിനെ ആശ്രയിച്ച്. അള്ളാഹു ഏകദൈവമായ അള്ളാഹു അല്ലെ, ഇലാഹ്. ഇലാഹ് എന്നതിന്റെ റൂട്ട് അർത്ഥങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. റൂട്ട് അർത്ഥങ്ങൾ എന്ന് വെച്ചാൽ ആ അലിഫ് ലാം ഹാ, ഇതിന് ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ടാവും. അപ്പൊ അതില് പ്രധാനപ്പെട്ട റൂട്ട് അർത്ഥങ്ങളാണ് ആരാധിക്കപ്പെടുന്നവൻ, ആശ്രയിക്കപ്പെടുന്നവൻ, ഹൃദയം ആശ്വാസം കണ്ടെത്തുന്നവൻ. ഓക്കെ, അള്ളാഹു എന്നുള്ളതിന്റെ മറ്റർത്ഥങ്ങളാണ് ആരാധിക്കപ്പെടുന്നവൻ, ആശ്രയിക്കപ്പെടുന്നവൻ, ഹൃദയം ആശ്വാസം കണ്ടെത്തുന്നവൻ. അപ്പൊ ഇതിന്റെ അർത്ഥസാരം വരുന്നത് എന്റെ സംരക്ഷണം അള്ളാഹുവിലൂടെ മാത്രമാണെന്നാണ്. ഹൃദയം ആശ്വാസം കണ്ടെത്തുന്ന അവരുടെ കയ്യിൽ മാത്രമാണ് എന്റെ സംരക്ഷണം ഉള്ളത്. ഇനി മിന, അഊദു ബില്ലാഹി മിന. മിന എന്നതിന്റെ അർത്ഥം നിന്ന്, മുതൽ എന്നൊക്കെയാണ്. അള്ളാഹുവിൽ നിന്ന്, അല്ലെങ്കിൽ അള്ളാഹു മുതൽ എന്നുള്ള രീതിയിൽ. അപ്പം ഉദ്ദേശം വേർതിരിക്കുക, രക്ഷപ്പെടാർ. അപ്പം അപകടത്തിൽ നിന്ന് മാറി നിൽക്കുക, ഒരു അപകടത്തിൽ നിന്ന് മാറി നിൽക്കുക. അപ്പം നമ്മളെ ഷെയ്ത്താനിൽ നിന്ന് എന്നാണ് മിനശ് ഷെയ്ത്താൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഷെയ്ത്താൻ എന്നുള്ളത് നമുക്കറിയാം. ഷെയ്ത്താൻ എന്ന ഷെയ്ത്താൻ എന്നായി, ചെകുത്താൻ എന്ന് നമുക്ക് മലയാളത്തിൽ പറയാൻ പറ്റും. അതിന്റെ റൂട്ട് അർത്ഥങ്ങൾ വരുമ്പം വളരെ ദൂരെ പോവുക, അള്ളാഹുവിൽ നിന്ന് വളരെ ദൂരെ പോയിട്ടുള്ള, അല്ലെ, സത്യത്തിൽ നിന്ന് അകന്നവൻ. അതേപോലെ ചില അറബി വ്യാഖ്യാനങ്ങളിൽ അത് കിണറ്, ആഴം എന്നൊക്കെ പറയുന്നുണ്ട്. അതേപോലെ കലഹം സൃഷ്ടിക്കുന്ന, ഈ രീതിയിലൊക്കെയും അർത്ഥങ്ങൾ വരുന്നുണ്ട്. ഷെയ്ത്താൻ എന്ന് പറയുന്നത് പിശാചിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് നമുക്കറിയാം. അതുപോലെ അള്ളാഹുവിനോട് ധിക്കാരം കാണിക്കുകയും അവന്റെ കാരുണ്യത്തിൽ നിന്ന് അകന്നു പോവുകയും ചെയ്തവനാണ്. അത് മനുഷ്യ ഷെയ്ത്താനുകളാവാം, ജിന്നുകളിൽ പെട്ടതുമാവാം, നമ്മളെ പ്രലോഭിപ്പിക്കുന്ന, അത് നമ്മുടെ ചിന്തകളും ആവാം. നമ്മളെ പ്രലോഭിപ്പിക്കുകയും വഴിതെറ്റിക്കുകയും ചെയ്യുന്ന ഏതൊരു ദുഷ്ടശക്തിയും ഇത് ഉൾക്കൊള്ളുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മളെ പറയുന്ന എന്റെ ചിന്തകൾ ഇന്നെ തെറ്റിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്റെ മനസ്സിനെ തെറ്റിക്കുന്നു, ഇങ്ങനെ എല്ലാതും അടങ്ങിയതാണ് ഷെയ്ത്താൻ എന്നുള്ള അർത്ഥം. ഇനി അടുത്തതായിട്ട് അർറജീം, അർത്ഥം ശപിക്കപ്പെട്ടവൻ അഥവാ തള്ളപ്പെട്ടവൻ എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. ഇതിന്റെ റജ്മ് എന്നുള്ളതിന്റെ റൂട്ട് അർത്ഥങ്ങൾ കല്ലെറിയുക, പുറത്താക്കുക, ശപിക്കുക, അകറ്റുക എന്നൊക്കെയാണ്. അപ്പം അർത്ഥസാരം വരുന്ന അള്ളാഹുവിന്റെ കരുണയിൽ നിന്ന് പൂർണ്ണമായി പുറത്താക്കപ്പെട്ടവനാണ് ഷെയ്ത്താൻ എന്ന് പറയുന്നത്. അപ്പം ഇതിന്റെ ആഴമുള്ള അർത്ഥം എന്ന് പറഞ്ഞാല് എന്റെ മനസ്സിന്റെയും ഹൃദയത്തെയും വഴി തെറ്റിക്കുന്ന, സത്യത്തിൽ നിന്ന് അകറ്റുന്ന ശപിക്കപ്പെട്ട ഷെയ്ത്താനിൽ നിന്ന് എന്റെ പൂർണ്ണ സംരക്ഷണം ഞാൻ അള്ളാഹുവിനോട് അഭ്യർത്ഥിക്കുന്നു. ഇത് നമ്മൾ ഖുർആൻ ഓതുന്നതിന്റെ മുമ്പേ ഓതേണ്ടതുണ്ട് എന്ന് നമ്മോട് അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്, അല്ലെ.
ഇതിന് താവൂദ് എന്ന് പറയും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നുള്ളതിന് താവൂദ് എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇസ്തിആദ എന്നും പറയും. ചുരുക്കി പറഞ്ഞാൽ ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് ഞാൻ അഭയം തേടുന്നു എന്ന് മാത്രമല്ല ഇതിന്റെ അർത്ഥം വരുന്നത്. ഇതിന്റെ അർത്ഥം വരുന്നത് എന്റെ മനസ്സിനെയും ഹൃദയത്തെയും വഴിതെറ്റിക്കുന്ന, സത്യത്തിൽ നിന്ന് അകറ്റുന്ന ശപിക്കപ്പെട്ട ശൈത്താനിൽ നിന്ന് എന്റെ പൂർണ്ണ സംരക്ഷണം ഞാൻ അള്ളാഹുവിനോട് അഭ്യർത്ഥിക്കുന്നു. ഇങ്ങനെ ആവുമ്പോഴാണ് നമുക്ക് അത് മനസ്സറിഞ്ഞ് ചെല്ലാൻ കഴിയുന്നതും അത് അള്ളാഹുവിൽ മനസ്സറിഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നതും. അള്ളാഹു ഖുർആൻ തന്നെ പറയുന്നുണ്ട്, فإذا قرأت القرآن فاستعذ بالله من الشيطان الرجيم. അതിനാൽ നീ ഖുർആൻ പാരായണം ചെയ്യുകയാണെങ്കിൽ ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അള്ളാഹുവോട് ശരണം തേടിക്കൊള്ളുക. അന്നഹ്ല് 98-ാമത്തെ ആയത്ത്. ഇൻഷാ അല്ലാഹ് ഇതാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നുള്ളതിന്റെ അർത്ഥം വരുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ നമുക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിന്റെ അർത്ഥവും നോക്കാം. അതുപോലെ നമ്മളോട് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, വഹഫിൾനാഹ മിൻ കുല്ലി ശൈത്വാനിർ റജീം. ശപിക്കപ്പെട്ട എല്ലാ പിശാചുകളിൽ നിന്നും നാം അതിനെ നാം കാത്തു സൂക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു. ഏതിനെ? ഖുർആനെ. അതേപോലെ ഖുർആനെ പറ്റി അള്ളാഹു പറയുന്നുണ്ട്, മാ ഹുവ ബിഖൗലി ശൈത്വാനിർ റജീം. ഇതൊരു ശപിക്കപ്പെട്ട പിശാചിന്റെ വാക്കുകളല്ല. ഇതൊക്കെ മനസ്സിലാവുന്നത് ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും നമ്മളെ എപ്പോഴും ഖുർആൻ ഓതുന്നതിന്റെ മുമ്പേ നമ്മള് അള്ളാഹുവിനോട് കാവലിനെ തേടണം എന്നുള്ളതാണ്. ഇതൊരു ആത്മീയ സംരക്ഷണമാണ്. നമ്മളെ എല്ലാ കാര്യത്തിലും നമ്മൾ അള്ളാഹുവിനോട് സംരക്ഷണം തേടുന്ന ഒരു ശ്രമമാണ്. ഇനി അടുത്ത വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് ബിസ്മിയുടെ തർജ്ജമയായിട്ട് വരാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. കാരണം മറ്റുള്ളവർ നമ്മളാൽ ആരെങ്കിലും ഒരാളെങ്കിലും ഓതാനും മനസ്സിലാക്കാനും അതറിഞ്ഞ് മനസ്സറിഞ്ഞ് ഖുർആൻ ഓതാനും ഒക്കെ കാരണമാവുന്നുണ്ടെങ്കിൽ അതിന്റെ അതേപോലുള്ള പ്രതിഫലം അള്ളാഹു നമുക്കും രേഖപ്പെടുത്തും. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പം നിങ്ങളുടെ ഓരോ ലൈക്കും കമന്റ് ഒക്കെയും ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്താനും കൂടുതൽ പേർക്ക് ഉപകാരപ്രദമാവാനും സാധിക്കും. അതുപോലെ തന്നെ ഞങ്ങൾ നടത്തുന്ന കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം. താഴെ കമന്റ് ബോക്സിൽ ഞങ്ങൾ ഡീറ്റെയിൽസ് അറിയിക്കുന്നതാണ്. സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള ഒരു കോഴ്സാണ്. അതിൽ ഖുർആൻ തജ്വീദ്, തഫ്സീർ, തർജമ, ഖുർആൻ ഹിഫ്ള് കൂടെ എങ്ങനെ നല്ല മുസ്ലിമായി ജീവിക്കാം എന്നീ കാര്യങ്ങളാണ് ഉള്ളത്. എക്സാം ഇല്ല, അതുപോലെ തന്നെ നിർബന്ധിത പരീക്ഷകളും ഇല്ല. ഇൻഷാ അല്ലാഹ് താല്പര്യമുള്ളവര് കമന്റ് ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാമെന്നൊരു പ്രതീക്ഷയോട് കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.